യാത്രയൊക്കെ സുഖമായിരുന്നോ സാറേ? വരണം സാർ. സാറ് കയറുന്നില്ലേ? ഞാൻ വന്നോളാം. ആ എന്താ വൈകിയത്? ഇത് മാത്രമേ ഉള്ളൂ? ഇത് മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ, ഒത്തിരി വർത്തമാനങ്ങൾ, സ്വകാര്യങ്ങൾ. സാർ ഇവിടെ തന്നെ നിൽക്കുകയാണോ? വേഷമൊക്കെ മാറി ഒന്ന് കുളിക്കണ്ടേ? കുളിക്കണം. കുളിക്കാം. നീ ഇവിടെ വന്ന് നിൽക്കുകയാണോ? ഞാൻ എവിടെല്ലാം അന്വേഷിച്ചു. മുമ്പും ഈ സ്ഥലം നിന്റെ വീക്ക്നെസ് ആയിരുന്നല്ലോ. നമ്മളിതാ അവിടെ വന്നിരിക്കാറുള്ളത് നിനക്ക് ഓർമ്മയുണ്ടോ? അന്ന് നീ എന്നോട് പറഞ്ഞു ഈ വില്ല നമ്മൾ വിലയ്ക്ക് വാങ്ങുമെന്ന്. അന്ന് ഒരു തമാശയായിട്ടാണ് ഞാനത് പറഞ്ഞത്. എന്നിട്ട് നീ അത് വാങ്ങിച്ചല്ലോ. വാങ്ങിച്ചു, പക്ഷേ പുസ്തകം നിനക്ക് ഓർമ്മയുണ്ടോ? ഓർക്കാതെങ്ങനെ? സ്നേഹത്തെ മുന്തിരിച്ചാറ് പോലെ പാനം ചെയ്യുക, ഉടയാട പോലെ എടുത്തണിയുക. എങ്കിൽ നിങ്ങൾ ആഹ്ലാദത്തിന്റെ ആകാശങ്ങൾ കീഴടക്കും.
ആ NSS ക്യാമ്പ് വരെയും ഞാനും അനുവും അന്യരായിരുന്നു. ക്യാമ്പിൻ്റെ അവസാന ദിവസം ക്യാമ്പ് ഫയറിൽ വെച്ച് 2 ക്യാമ്പേഴ്സിനെ നറുക്കെടുത്ത് എന്തോ സമ്മാനം നൽകുന്ന ഏർപ്പാടുണ്ടായിരുന്നു. ആ നറുക്കെടുപ്പിൽ കുറി വീണത് എനിക്കും മനുവിനുമായിരുന്നു. ക്യാമ്പിലെ മറ്റുള്ളവരുടെ കളിയാക്കലുകളാണ് യഥാർത്ഥത്തിൽ ഞങ്ങളെ കൂടുതൽ അടുപ്പിച്ചത്. വരുന്നുണ്ട് അനുപമ. കളിയും ചിരിയും ഒക്കെ ആയിട്ട് കുറച്ച് നാളുകൾ അങ്ങനെ അങ്ങ് കഴിഞ്ഞു. ആ ഭാഗ്യവാന്റെയും ഭാഗ്യവതിയുടെയും സമ്മാനങ്ങൾ ഞങ്ങളൊന്ന് കാണട്ടെ. എടാ, ഇന്നലെ കിട്ടിയ സമ്മാനങ്ങളില്ലേ, അതൊക്കെ ഉള്ളൂ ക്യാമ്പിന്റെ ഓർമ്മകളായിട്ട്. ആ തുറക്ക് കാണട്ടെ. ആദ്യം നിന്റെ തുറക്ക്, എന്നിട്ട് ഞാൻ തുറക്കാം. നിന്റെ കാണട്ടെ. ആ ജിബ്രാന്റെ പുസ്തകമാണല്ലോ, കൊള്ളാലോ. ആ രണ്ടുപേർക്കും പ്രണയത്തിന്റെ പൂക്കളാണല്ലോ സമ്മാനമായിട്ട് കിട്ടിയിരിക്കുന്നത്. നോക്കട്ടെ. ആര് തന്നതായാലും ഇത് തന്നെയല്ലേ നമ്മുടെ ആദ്യത്തെ പ്രണയോപഹാരം. ആ പ്രണയകാലം നമുക്കൊന്ന് കുറിച്ചു വെച്ചാലോ? അയ്യേ, നാണക്കേട്. എന്ത് നാണക്കേട്? ബ്രഹ്മാവിന്റെ കാലം മുതലേ ഉള്ളതല്ലേ പ്രണയം. എന്ന് വെച്ച് അതൊക്കെ ആരെങ്കിലും എഴുതി വെക്കോ? ആരെങ്കിലും എഴുതി വെക്കുന്നുണ്ടോന്ന് നമ്മൾ അന്വേഷിക്കണം. നമുക്ക് എഴുതാം. വേണ്ടേ എന്റെ അനു, അതൊന്നും അത്ര വലിയ പാതകല്ലെന്നേ. നമ്മുടെ ജീവിതം, നമ്മുടെ പ്രണയം ഇടയ്ക്കൊക്കെ ഒന്ന് എടുത്തു വെച്ച് വായിക്കാനും മറന്നു പോകുമ്പോൾ ഓർമ്മിച്ചെടുക്കാനും ഒക്കെ അത് നല്ലതല്ലേ? നിന്റെ ഇഷ്ടം. എങ്കിൽ നമ്മൾ ഇന്നു മുതൽ എഴുതി തുടങ്ങുന്നു. ഞാൻ ശരി. ആ കർമ്മണ്ണു. ഓ ആ ആ വാ വാ. നിനക്കെന്താടാ ഒരു തെളിച്ചം? ലോട്ടറി പോലെ വല്ലതും തടഞ്ഞോ? ഇല്ലണ്ണ, അണ്ണനെന്താ അങ്ങനെ ചോദിക്കാൻ? അല്ല, നിന്നെ ആരോ ഖലിൽ ജിബ്രാന്റെ പ്രണയപാശങ്ങൾ കൊണ്ട് ബന്ധിച്ചെന്ന് ഉപശാലകളിൽ ഒരു കിംവദന്തി ഉണ്ട്. ഓ അതോ? അതൊരു കുറി വീണതല്ലേണ. അതിന് ഉത്തരവാദി ദേ ഇവളാ. ആ അത് ശരി, നിന്റെ കുറിക്കമ്പനിയിൽ ഇവനെയും വീഴ്ത്തിയോ? അല്ല, അണ്ണൻ എന്തിനാ വെറുതെ തല പുണ്ണാക്കുന്നത്? ആ ദാ ജിബ്രാന്റെ കവിതകൾ വായിക്കുമ്പോ പ്രണയം പൂപോലുള്ള കൗതുകമാണെന്ന് തോന്നും. ചങ്ങമ്പുഴ കവിതയിലെത്തിയാൽ അത് തേൻവരിക്ക പോലെ മധുരമുള്ളതാണെന്നും തോന്നും. ആ ആശാനിലെത്തുമ്പോൾ അത് ചെമ്പകപ്പൂ പോലെ സുഗന്ധപൂരിതമാണെന്നും തോന്നും. പക്ഷേ യഥാർത്ഥത്തിൽ അത് ശവത്തിന്മേലിട്ടൊരു പൂമാലയാണ്. മണക്കും, ഒപ്പം നാറുകയും ചെയ്യും. കേട്ടോടാ, അതുകൊണ്ട് അതിക്കേറി പിടിക്കണ്ട. വാടാ. ധർമ്മേണ്ടൻ രാവിലെ തന്നെ നല്ല മൂഡിലാന്ന് തോന്നുന്നു. എന്താ പുള്ളിയുടെ യഥാർത്ഥ പ്രശ്നം? എന്താന്നറിയില്ല. ചിലര് പറയുന്നു പ്രണയ നൈരാശ്യമാണ്. ഗൗതമിന് ആരോടെങ്കിലും ഇഷ്ടമുണ്ടോ? ഐ മീൻ ലവ്? ഇല്ല. എന്താ അങ്ങനെ ചോദിക്കാൻ? വെറുതെ. ധർമ്മേണ്ണൻ പറയും പോലെ അതൊരു സില്ലി കസ്റ്റം. ആണോ? എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. ഓമനത്തുള്ള ഒരു അനുഭവമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നോക്കട്ടെ, അറിയട്ടെ, എന്നിട്ട് പറയാം. അപ്പോ അനുവിന് ആരോടോ ഒരു ഇഷ്ടമുണ്ട്? ഇല്ല ഇല്ല, ഇപ്പോഴില്ല. അന്ന് ഞാനങ്ങനെ നിനക്കൊരു പ്രണയം ഉണ്ടോന്നൊക്കെ ചോദിച്ചപ്പോ എന്താ നിനക്ക് തോന്നിയേ? നീ വളരെ ഫ്രാങ്കാണെന്ന് തോന്നി. പിന്നെ നിനക്കെന്നോടെന്തോ ഒരിഷ്ടമുണ്ടെന്ന് തോന്നി. സത്യത്തിൽ
അന്ന് എനിക്കങ്ങനെ ഒരിഷ്ടവും നിന്നോടുണ്ടായിരുന്നില്ല. വെറുതെ ചോദിച്ചതാ. നിന്നേക്കാൾ എൻ്റെ മനസ്സിൽ അപ്പോഴുണ്ടായിരുന്നത് അശോകായിരുന്നു. എന്റെ കാര്യം അത് തന്നെ. ഒരിഷ്ടം, പ്രണയം, അതൊന്നുമല്ല. എങ്കിലും നിന്നെ കാണാനും ഒപ്പം നടക്കാനും വർത്തമാനം പറയാനുമൊക്കെ എന്തോ ഒരു സുഖം, സന്തോഷം. എനിക്കും ഏതാണ്ട് അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ മറ്റു കുട്ടികൾ അതിനാദ്യം മുതലേ വേറെ അർത്ഥമായിരുന്നു കണ്ടിരുന്നത്. ഐഡിയൽ മാച്ച് എന്നൊക്കെ ആയിരുന്നല്ലോ അവര് പറഞ്ഞത്. അന്നൊരു ദിവസം നമ്മളൊരു ഫിലിം ഫെസ്റ്റിവലിന് പോയി. നിന്റെ നിർബന്ധമായിരുന്നു അത്. അന്നാ ഞാൻ ആദ്യമായി അശോകിനെ നിനക്ക് പരിചയപ്പെടുത്തിയത്. ഉം. ആ ഒരു പ്രായത്തിൽ അശോകിനെ പോലെ സ്മാർട്ടായൊരു ചെറുപ്പക്കാരനോട് ഒരു കൗതുകം തോന്നുക സ്വാഭാവികമല്ലേ? പ്രത്യേകിച്ചും നീ ഒരു രക്ഷകനെ പോലെ എന്നെ കാത്തു സൂക്ഷിക്കാൻ മാത്രം മെനക്കെടുമ്പോ. അത് നിന്റെ തെറ്റല്ല. അന്ന് നമ്മൾ അന്യരല്ലെന്നൊരു തോന്നൽ എനിക്കുണ്ടായിരുന്നു. വാക്കുകൊണ്ടല്ലാതെ അതൊക്കെ കൈമാറാനായി എന്ന് തോന്നിയിരുന്നു. അതിനിടയിലാണ് അശോക്. പക്ഷേ അവൻ നമുക്കിടയിലെ അപൂർവമായൊരു കറുത്തവാവ് മാത്രമായിരുന്നില്ലേ? പക്ഷേ ആ കറുത്തവാവിന്റെ പേരിൽ നീ കുറെ ഉറക്കൊഴിഞ്ഞല്ലേ? ഉം. അശോകിനെ കുറിച്ച് നീ എന്താ എഴുതിയിരിക്കുന്നേ? ഒന്ന് വായിക്ക്. അമ്മ അറിയുമ്പോ വല്ലതും പറയൂടാ? എന്തിന്? നമ്മളൊരു സിനിമയ്ക്കല്ലേ പോണുള്ളൂ, മറ്റൊന്നിനല്ലല്ലോ. എന്നാലും എന്തെന്നാലും മണ്ണാകട്ട, നീ വാ. ഒരു കുഴപ്പമില്ല. നിന്റെ അമ്മയ്ക്ക് സിനിമയെക്കുറിച്ച് എന്തറിയാം? അനുവിന്റെ മനസ്സറിയാനായിരുന്നു ആദ്യമായി അവളെയും കൂട്ടി ഞാനൊരു ഫിലിം ഫെസ്റ്റിവലിന് പോയത്. അത് പക്ഷേ മറ്റു ചില പരിണാമങ്ങൾക്കാണ് വഴി തുറന്നത്. അശോക് അവിടെ കടന്നു വന്നു. അവൻ്റെ സ്മാർട്ട്നെസ് അനുവിനെ കീഴടക്കുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല. പക്ഷേ അവൻ അവളുടെ മനസ്സ് കൈയടക്കി. എൻ്റെ സ്വപ്നങ്ങളുടെ താളം തെറ്റിക്കാൻ അവന് സാധിച്ചു. അവനോടുള്ള ആരാധനയിൽ അനു എന്നെ അവഗണിച്ചു. അശോക് ഒരു ജീനിയസാ, റിയൽ ജീനിയസ്. ഇതിനകം തന്നെ 2-3 ഡോക്യുമെന്ററികൾ സംവിധാനം ചെയ്തിട്ടുണ്ട്, എഴുതാറുമുണ്ട്. അനു, നിനക്കറിയാഞ്ഞിട്ടാ, അവനൊരു ഫ്രോഡാ. എന്തറിഞ്ഞിട്ടാ ഗൗതം നീ പറയുന്നേ? നിനക്ക് അവനോട് അസൂയ? ഇല്ല അനു, നീ വെറുതെ വേണ്ടാത്തൊന്നും ചിന്തിക്കണ്ട. പിന്നെന്താ നീ പറഞ്ഞതിന്റെ അർത്ഥം? നിന്നോട് വഴക്കിടാൻ ഞാനില്ല. നീ ആയതുകൊണ്ടാണ് ഞാനിതൊക്കെ പറയുന്നത്. ഇല്ല ഗൗതം, അതൊന്നും ശരിയായിരിക്കില്ല. അശോക് നല്ലവനാ. അവൻ നല്ലവനായി തീരട്ടെ. നമുക്ക് തമ്മിൽ എന്താ ഉള്ളത്? നമുക്ക് തമ്മിലെന്താ? സ്നേഹം, സൗഹൃദം ആണല്ലോ. എന്നാ കേട്ടോ, അശോകിന് എന്നോട് അതിനപ്പുറം പലതും ഉണ്ട്. ഇന്നാളെ നീ പറഞ്ഞില്ലേ ഒരു ഓമന കൗതുകം, പൂ പോലെയുള്ളൊരു ഓമന കൗതുകം. അതാണ് എനിക്ക് അശോകിനോട്. അതുകൊണ്ട് അവൻ ഓർഗനൈസ് ചെയ്യുന്ന പരിപാടിക്ക് അവൻ ക്ഷണിച്ചാ ഞാൻ പോണ്ടേ? നീ വരണമെന്ന് പറയുന്നത് എൻ്റെ ഒരു ഇഷ്ടം. നീ വിളിക്കുന്നിടത്തൊക്കെ ഞാൻ വരുന്നില്ലേ? എന്നിട്ടും ഞാൻ വിളിച്ചാ നീ വരില്ലല്ലേ? പ്ലീസ് അനു, നീ ഇതിന് മാത്രം എന്നെ നിർബന്ധിക്കരുത്. വേറെ എങ്ങോട്ട് വേണേ വിളി, ഞാൻ വരാം. നിനക്ക് അശോകിനെ ഇഷ്ടമല്ല, അത് തന്നെ കാര്യം. ശരി, നീ വരണ്ട, ഞാൻ പോവും. വൈകിട്ട് 1 അവർ നേരത്തെ ഞാൻ ഇറങ്ങും കേട്ടോ.
നേരത്തെ പോയോ? ഉം. കൈവിട്ടു പോയോ? വിട്ടുകളാ. കേട്ടിട്ടില്ലേ? പോകുന്നതെല്ലാം ഉപേക്ഷിക്കപ്പെടേണ്ടതാണ്, വരുന്നത് സ്വീകരിക്കേണ്ടതും. നിനക്കുള്ളത് നിന്റെ അടുത്തു വരും, നിന്നെ തേടി വരും. ചങ്ങമ്പുഴ എഴുതിയിട്ടുണ്ട്, നീ വായിച്ചിട്ടുണ്ടാവില്ല. അങ്കുശമില്ലാത്ത ചാബല്യമേ, അങ്ങനെ എന്ന് വിളിക്കുന്നു നിന്നെ ഞാൻ എന്ന് വെച്ചാ കൺട്രോളില്ലാത്ത തോന്നിയാസാണ് പെണ്ണെന്ന്. അവൾ തലോടും താലോലിക്കും, തക്കം വരുമ്പോൾ തൊഴിച്ചെറിയും. അതുകൊണ്ട് ജീവിതം പാഴാക്കാതെ പോയി വേറെ പണി നോക്കടാ. ഒറ്റപ്പെടലിന്റെ കനത്ത നൊമ്പരം നിറഞ്ഞതായിരുന്നു ആ ദിവസങ്ങൾ. ഞാനും അനുവും മാത്രം അടങ്ങുന്നതായിരുന്നു എൻ്റെ ക്യാമ്പസ് ലോകം. അതിലേക്ക് മൂന്നാമതൊരാൾ കടന്നു വരുന്നത് പോലും എനിക്ക് ചിന്തിക്കാനാകുമായിരുന്നില്ല. അവിടെയാണ് എന്നെ ഒഴിവാക്കി അശോകൻ അനുവിൻ്റെ ഹൃദയത്തിൽ ഇടം നേടുന്നത്. ലോകം അവസാനിക്കും പോലെ ഞാൻ വേദനിച്ചു. എങ്കിലും എൻ്റെ മനസ്സ് അവൾക്ക് മുന്നിൽ തുറക്കാൻ എനിക്കായില്ല. എൻ്റെ വേദനയിലൂടെ ഞാൻ അവൾക്ക് നല്ലത് വരാൻ പ്രാർത്ഥിച്ചു. ഹലോ അനു. ആ ഗൗതം, ഞാൻ നിന്നെ വിളിക്കാനിരിക്കുകയായിരുന്നു. എന്താ കാര്യം? ആദ്യം നീ വിളിച്ച കാര്യം പറ, എന്നിട്ട് ഞാൻ പറയാം. ഞാൻ വെറുതെ നിന്നെ ഒന്ന് അടുത്ത് കണ്ടിട്ട് പല ദിവസങ്ങളായില്ലേ. നാളെ നമുക്ക് ഒരുമിച്ച് പോകാമോ? അയ്യോടാ, നാളെ അശോകിന്റെ ഒരു സെമിനാർ ഉണ്ട്, ഞാൻ അതിന് പോവും. നീയും കൂടി വരണോന്ന് പറയാനാ ഞാൻ നിന്നെ വിളിക്കാനിരുന്നത്. സെമിനാറിനൊന്നും ഞാൻ വരുന്നില്ല. നീ വരില്ലെന്ന് എനിക്കറിയാം, എങ്കിലും ഒന്ന് വിളിച്ചൊന്നു മാത്രം. ആ, എന്നാ നാളെ കഴിഞ്ഞ് കാണാടാ. ഉം. ഇന്നും ചോറ് കുറവാണല്ലേ? ആ, കറിയും കുറവാണ്. നാളെ പോയി 4 തെറി കൊടുക്കണോ? ആലോചിക്കാവുന്നതാണ്. വരട്ടെ, 2-3 ദിവസം കൂടി അവസരം കൊടുക്കാം. എന്നിട്ടും അളവ് താഴോട്ടാണെങ്കിൽ അപ്പോ അത് പരിഗണിക്കാം. ഏത്? ആരത്? ഈ അഭയാർത്ഥി കുടീരത്തിൽ ആരടാ അത്? ആ, ഗൗതമനാ. വാ വാ. അപ്പം നീ വന്നു, വരേണ്ടി വന്നു അല്ലേ? നീ അവിടെ പോയിരിക്ക്, ഞാനിപ്പോ വരാം. വീണ്ടും കാര്യങ്ങൾ കൈവിട്ടുപോയല്ലേ? എന്താ നിലപാട്? പറ ചങ്ങാതി, വഞ്ചനയുടെ പുതിയ കഥകൾ പറ, ഞാനതൊന്ന് രേഖപ്പെടുത്തട്ടെ. ഏയ് ഇല്ല, വഞ്ചനയൊന്നുമില്ല. പിന്നെ ഒന്നുമില്ല. എനിക്കിന്നിവിടെ കിടക്കണം. കിടന്നോ, ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല. പക്ഷേ നിന്റെ അച്ഛൻ സീനിയർ മോസ്റ്റ് അഡ്വക്കേറ്റ് പോലീസിൽ പരാതി കൊടുത്ത് ഞങ്ങളെ പൊക്കുവോടെ? ഏയ് സാരമില്ലടാ, ഇത്രയൊക്കെ ഉള്ളൂ പെണ്ണ്. പച്ച കാണുന്നിടത്തേക്ക് അവൾ പറന്നു പോവും. അണ്ണനെതെങ്ങനെ അറിയാം? മുമ്പേ പറക്കുന്ന പക്ഷികളാണ്ടാ ആദ്യം തിരയും ചുഴിയും കാണുന്നത്. ഞാൻ കണ്ടത്ര തിരമാലകളൊന്നും നീ കണ്ടിട്ടില്ലല്ലോ. അതാണെൻ്റെ കൈമുതൽ. ഇത് വെറും വാചകമല്ല, അനുഭവ സാക്ഷ്യമാണ്. നീ സ്വസ്ഥമായി ഉറങ്ങ്. വേർ there is a will, there is a way എന്ന് നീ കേട്ടിട്ടുണ്ടോ? നിനക്കൊരാഗ്രഹമുണ്ടെങ്കിൽ, ലക്ഷ്യബോധമുണ്ടെങ്കിൽ ചിലപ്പോ വഴി തുറന്നേക്കും. നീ സമാധാനായിട്ടിരിക്കുക. വഴി തുറക്കും എന്ന് തന്നെ ഞാൻ വിശ്വസിച്ചു. ഈ ലോകത്ത് ഞാൻ അറിയുന്ന മട്ടിൽ അവളെ മറ്റാരും അറിഞ്ഞിട്ടില്ലല്ലോ. എൻ്റെ വേദനകൾ അവളെ ചുറ്റിപ്പറ്റി മാത്രമായിരുന്നു. പോയതൊക്കെ പോയി എന്ന അവളുടെ കാര്യത്തിൽ എനിക്ക് ചിന്തിക്കാനായില്ല.
ഒരുപാട് നേരമായി ഞാൻ നിന്നെ അന്വേഷിച്ച് നടക്കുമായിരുന്നു. എന്താ വിശേഷിച്ച്? അതെന്താ നീ അങ്ങനെ ചോദിക്കുന്നത്? വിശേഷം പറയാനാണോ നമ്മൾ തമ്മിൽ കാണാറുള്ളത്? നമുക്കിടയിൽ എങ്ങനെയോ ഒരകലം വന്നു പോയില്ലേ? അതിനുത്തരവാദി ഞാനല്ലേ? ഇല്ലനോ, ഞാൻ നിന്നെ കുറ്റപ്പെടുത്തി പറഞ്ഞതല്ല. നേരാ, ഞാൻ അശോകിനോട് അടുക്കുന്നത് നിനക്കിഷ്ടമായിരുന്നില്ലല്ലോ. നിന്റെ ഒരു ഇഷ്ടത്തിനും ഞാൻ എതിരാകില്ലനോ. അതെനിക്കറിയാം. പക്ഷേ എനിക്കിനി അവനെ ഇഷ്ടപ്പെടാനാവില്ല. അതെന്തു പറ്റി? അവൻ ആളത്ര ശരിയല്ല. നീ എന്താ ചിരിക്കുന്നേ? പറയേ, ഇന്നലെ എന്താ ഉണ്ടായത്? ഞാൻ അവിടെ വന്നപ്പോൾ നിങ്ങൾ പുറത്തു പോയെന്നാണല്ലോ പറഞ്ഞത്. ഞങ്ങളോ? ഞാൻ പോയി. അവന്റെ ഉദ്ദേശമൊക്കെ വേറെയായിരുന്നു. അവളുടെ ആ തിരിച്ചറിവ് എനിക്ക് ആശ്വാസമായിരുന്നു. എൻ്റെ വാക്കിൻ്റെ സത്യം അനുഭവത്തിലൂടെ അവൾ പഠിച്ചറിഞ്ഞല്ലോ. അതോടെ എൻ്റെ മനസ്സിൻ്റെ നേര് കൂടുതൽ തെളിഞ്ഞു വന്നു. അനു, ഒക്കെ ഓരോ അനുഭവങ്ങളാണ്. അതിൽ നിന്ന് പുതിയ പാഠങ്ങൾ ഉണ്ടായി വരും. നീ വിഷമിക്കരുത്. ഇല്ലടാ, നിന്നെപ്പോലൊരു സുഹൃത്തുള്ളപ്പോ എനിക്കെന്ത് വിഷമം. എന്റെ വീടിന്റെ കാര്യം നിനക്കറിയാലോ. നാട് നീളെ നടന്നു കുടിച്ച് എല്ലാവരുടെയും വെറുപ്പ് മാത്രം സമ്പാദിച്ചിട്ടുള്ള അച്ഛൻ. അച്ഛന്റെ ശല്യം കാരണം ഞാനും അമ്മയും വാടക വീട്ടിലാ താമസം. എല്ലാം നിനക്കറിയാമല്ലോ. പക്ഷേ നിന്റെ അച്ഛൻ വലിയ ആളല്ലേ. നിന്റെ ഒപ്പം നിൽക്കാനുള്ള എന്ത് യോഗ്യതയാടാ എനിക്കുള്ളത്? എൻ്റെ അച്ഛനോ നിന്റെ അച്ഛനോ നമ്മുടെ സ്റ്റാറ്റസോ ഒന്നും അല്ല ഇവിടെ പ്രശ്നം. ഇവിടെ നീയും ഞാനും മാത്രമാണ്. എന്റെയും നിന്റെയും ഇഷ്ടങ്ങൾ മാത്രമാണ്. നിന്റെ ഇഷ്ടത്തോടൊപ്പം നിന്നോടൊപ്പം നിൽക്കാനാ എനിക്ക് സന്തോഷം. നിന്നെ എനിക്ക് വിശ്വാസമാടാ. നമ്മൾ തിരിച്ചറിയാൻ എന്താ ഇത്രയും വൈകിയത്? സാരമില്ല, വൈകും തോറും ആ തിരിച്ചറിവിന് ലഹരി കൂടും. ആ ലഹരി ശരിക്കും അനുഭവിച്ച ദിവസങ്ങളായിരുന്നു. പിന്നെ സൗഹൃദത്തിന്റെ പരിമിത വൃത്തങ്ങളിൽ നിന്ന് പ്രണയത്തിന്റെ അതിരില്ലാത്ത സാക്ഷാത്കാരത്തിലേക്ക് ഇറങ്ങുമ്പോൾ തൃപ്തിയായിരുന്നു. മനസ്സ് നിറയുന്ന തൃപ്തി. ക്യാമ്പസിന്റെ വർണ്ണങ്ങൾ ജീവിത സർവസ്വമായി ജ്വലിച്ചുയരുന്ന ദിവസങ്ങൾ. താളുകൾ മടങ്ങിയ ജാലകം അവിടെ നിന്നാരോ പടിയിറങ്ങുന്നു, അവിടെ നിന്നാരോ പടിയിറങ്ങുന്നു. താളം മുറുകിയ ഗീതകം അതിനുള്ളിലാരോ വലിഞ്ഞു തേങ്ങുന്നു, അതിനുള്ളിലാരോ വലിഞ്ഞു തേങ്ങുന്നു. വിട പറയുകീ ഗുരുവിനും മറപ്പടിയിൽ നിന്ന ഇവിടെ നമ്മൾ അന്യന്മാർ, ഇവിടിനീ നമ്മൾ അന്യന്മാർ. തെരുവിനോരം പറ്റി നീങ്ങുക പിന്നെയോ ചേറുപൊതിയുമീ ജീവിതക്കളങ്ങളിൽ. ലാഭവും ഛേദവും നോക്കിപ്പകുക്കുക, ലാഭവും ഛേദവും നോക്കിപ്പകുക്കുക, ലാഭവും ഛേദവും നോക്കിപ്പകുക്കുക. ഇനി എന്നാ ഒന്ന് കാണുക? ഒരു രൂപമില്ലാനോ. അമ്മ ഒന്നിനെ എതിര് നിൽക്കില്ല. എങ്കിലും ഞാനൊരു പെൺകുട്ടിയല്ലേ. വീട്ടിൽ നിന്നിറങ്ങാൻ എനിക്കൊരു കാരണം പറയണ്ടേ? ആ, എന്തൊക്കെയുണ്ട്? ഗൗതമനും അഹല്യയും പടിയിറങ്ങാറായില്ലേ? ആ, ഇറങ്ങ ധർമ്മണ്ണ. ഇനിയിപ്പോ കൊച്ചു വർത്തമാനത്തിന് എന്താ ഒരു വഴി? വഴി മുട്ടി നിൽക്കുക ചേട്ടാ. എന്തെങ്കിലും ഒരു വഴി കാണിച്ചതാ. ആ, എങ്ങനെയുള്ള വഴിയാ നിങ്ങക്ക് വേണ്ടത്? എങ്ങനെയുള്ള വഴിയായാലും കുഴപ്പമില്ല. ഞങ്ങൾക്ക് ഒരുമിച്ച് കാണാൻ അവസരം ഉണ്ടാവണം. ഏറ്റവും നല്ല വഴി, എളുപ്പ വഴി കല്യാണമാ. ഇപ്പോഴോ? അത് നടക്കില്ല ധർമ്മണ്ണ. നിനക്കിവിടുന്ന് മാറിയിക്കാൻ പറ്റുമോ? എങ്ങനെ? എന്തു പറഞ്ഞിട്ട്? എന്തെങ്കിലും ഒരു ജോലി സംഘടിപ്പിച്ച് മാറിയിക്കാൻ പറ്റുമോ? ജോലിക്കാണെങ്കിൽ അമ്മ തടസ്സം പറയില്ല.
ഒരു ട്രൈബൽ പ്രോജക്റ്റിന്റെ റിസർച്ച് അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുമോ? എന്ത് വേണോ ചെയ്യാം. ആദിവാസി ഊരുകളിലൊക്കെ തെണ്ടി നടക്കേണ്ടി വരുവേ. കുഴപ്പമില്ല. നിനക്കോടി? ഇല്ല, ഇവന്റെ കൂടെ ഏത് നരകത്തിൽ വേണേലും ഞാൻ പോവാം. എന്നാൽ ഒരുങ്ങിക്കോ. ഞാറനീലിയിൽ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ലംബോദരൻ. പുള്ളിയുടെ ഒരു പ്രോജക്റ്റാ. തീരുമാനിച്ചു, നിങ്ങൾ ഈ പ്രോജക്റ്റിൽ ജോയിൻ ചെയ്യുന്നു. തയ്യാറായിക്കോ? അത് ഫൈനൽ ഇയറിന്റെ അവസാന നാളുകളായിരുന്നു. പിന്നെ സമ്മർ വെക്കേഷൻ, പരീക്ഷ. നമുക്ക് നമ്മളെ തന്നെ പരസ്പരം നഷ്ടപ്പെടുകയായിരുന്നു. പക്ഷെ പരീക്ഷ കഴിഞ്ഞതോടെ നമ്മൾ പുതിയൊരു വഴി കണ്ടെത്തി. ഞാറനീലിയിലെ ട്രൈബൽ പ്രോജക്റ്റ്, അതായിരുന്നു ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല കാലം. ഒരു കണക്കിന് അതൊരു ഒളിച്ചുകളിയുടെ കാലമായിരുന്നു. എങ്കിലും അന്നും ഇന്നും അതൊരു തെറ്റായിരുന്നു എന്ന് തോന്നിയിട്ടില്ല. പക്ഷേ അതിൻ്റെ ശരിതെറ്റുകൾ മനസ്സിലാക്കാനുള്ള സമയം ഞങ്ങൾക്ക് ലഭിച്ചില്ലല്ലോ. അതിനു മുൻപല്ലേ യെസ്, കം ഇൻ. നമസ്കാരം സർ. ആ, ഞങ്ങൾ ഓ, തിരുവനന്തപുരത്ത്. ധർമ്മം പറഞ്ഞ കുട്ടികൾ. ആ, ഇരിക്കൂ. താങ്ക് യു. ആ, ഇനി നിങ്ങളുടെ ജോലിയെക്കുറിച്ച്. ഇവിടെ ഈ ആദിവാസി മേഖലയിൽ ഒരുപാട് വിലപ്പെട്ട അറിവുകളുണ്ട്. കാലം ചെല്ലുന്തോറും അതൊക്കെ കുറേശ്ശെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് നമുക്ക് സാധിക്കാവുന്ന അത്രയും ശേഖരിക്കണം. ശേഖരിച്ചവ രേഖപ്പെടുത്തണം. ചെയ്യാം സർ. ഞങ്ങൾക്കത് പ്രയാസമുള്ള കാര്യമല്ല. നന്നായി ശ്രമിച്ചാൽ അതിന്റെ ഗുണം നിങ്ങൾക്കും ഉണ്ടാവും. ഉറപ്പായിട്ടും സർ. ശരി, ഇന്ന് വിശ്രമിക്കുക. നാളെ മുതൽ നിങ്ങളുടെ ജോലി ആരംഭിക്കാം. ഓക്കെ സർ. ശരി സർ. ഓക്കെ. ആദ്യമായിട്ടാണ് നമ്മൾ ഇത്രയും സ്വതന്ത്രമായി, ഇത്രയും അടുത്ത്. പക്ഷേ ഇതെല്ലാം എവിടെയെങ്കിലും നടക്കുന്ന കാര്യമാണോ? നമ്മൾ സന്തുഷ്ടരാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഇതൊരു ഒളിച്ചുകളിയല്ലേ? നമ്മുടെ ബന്ധുക്കൾ ആരും അറിയാത്ത, ആരും അംഗീകരിച്ചിട്ടില്ലാത്ത ഒരു ഒളിച്ചുകളി. ഇതല്ലാതെ നമുക്ക് വേറെന്ത് വഴിയുണ്ട്? വഴിമുട്ടിയപ്പോ നമ്മൾ തിരഞ്ഞെടുത്ത വഴിയാണിത്. എന്നാൽ ഈ വഴിയെ നമുക്ക് എത്ര ദൂരം പോവാനാകും? പോകാൻ കഴിയുന്ന ദൂരമത്രേ. ഇവിടെ ഇരിക്കുവാണോ? ജീവിതത്തിൽ ഇത്രയും മനോഹരമായൊരു കാലമുണ്ടാകുമെന്ന് കരുതിയതേയില്ല. ഈ സ്ഥലം, ഇവിടുത്തെ തണുപ്പ്, നമ്മൾ ഒരുമിച്ചുള്ള ജീവിതം. നമ്മൾ ഒരുമിച്ചാണോ ഇന്ന് ജോലിക്ക് പോകുന്നത്? ഒരുമിച്ചാകുമ്പോൾ കുറച്ച് സ്ഥലമല്ലേ കവർ ചെയ്യാൻ പറ്റൂ. 2 വഴിക്ക് പോവാം.
ഒരു പ്രോജക്റ്റ് എന്താണെന്നോ അതിലെങ്ങനെയൊക്കെ പ്രവർത്തിക്കണമെന്നോ ഒരറിവുമില്ലാതെയായിരുന്നു തുടക്കം. എങ്കിലും എന്തൊക്കെയോ ചെയ്തു. ട്രൈബൽ ജനതയുടെ മനസ്സറിയാനും അവരുമായി ബന്ധം സ്ഥാപിക്കാനുമുള്ള ശ്രമം കുറേയൊക്കെ വിജയം കണ്ടു. അത് തന്ന അനുഭവങ്ങളും ഒരിക്കലും മറക്കാനാകാത്തതായിരുന്നു. പ്രണയം പകരുന്ന പരസ്പര ആകർഷണത്തിൻ്റെ പറുദീസയിലായിരുന്നു ഞങ്ങളന്ന്. ഞാനേ ഇന്ന് മടങ്ങി വരുന്ന വഴി ഒരു വീട് കണ്ടു. എന്നിട്ടൊന്നുമില്ല, ആ വീട് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. എങ്കിലും നമുക്ക് വാങ്ങാം. എന്നിട്ട് അതിന്റെ മുന്നില് നമുക്കൊരു നല്ല കിളിക്കൂട് വെക്കണം. എന്നിട്ട് മുറ്റത്തൊരു തുളസി നടണം. അങ്ങനെ വീട് മോടി പിടിപ്പിച്ച് കഴിയുമ്പോൾ അവിടെയൊക്കെ ഓടിക്കളിച്ച് നടക്കാൻ 2-3 കൊച്ചു കുട്ടികളും ഉണ്ടാവും. അതെങ്ങനെ? നല്ല തണുപ്പുള്ള രാത്രിയിൽ നല്ല ചൂടുള്ള കമ്പിളി അത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതങ്ങ് പൊതച്ചാ മതി. നീയല്ലേ എന്റെ ചൂടും തണുപ്പും. നിന്നെ പൊതച്ചുറങ്ങാനല്ലേ ഞാൻ ഈ മല വരെ വന്നിറങ്ങിയത്. ആ രാത്രി മറ്റൊരു പരിണാമമായിരുന്നു. ദാമ്പത്യത്തിൻ്റെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളിലേക്ക് പിന്മാറിക്കൊണ്ട് ഞങ്ങൾ വീടിനെ ചലനാത്മകമാക്കി. നമസ്കാരം സർ. വരൂ ഇരിക്കൂ. താങ്ക് യു സർ. ഞാൻ നിങ്ങളുടെ നോട്ടുകൾ വായിക്കായിരുന്നു. എങ്ങനെയുണ്ട് സർ? നല്ല വർക്കല്ലേ? അല്ല, ഗൗതവിടെ? അവന് നല്ല സുഖമില്ല സർ, നല്ല പനിയുണ്ട്. അനുവിനെ ഞാൻ വിളിച്ചത് ഒരു കത്തുണ്ട്. വീട്ടിൽ നിന്നാണല്ലേ? അമ്മയുടെ. ഞാൻ ധർമ്മൻ എഴുതിയിട്ടുണ്ട്. നിങ്ങളെ ഇങ്ങോട്ട് അയച്ചതിന് നന്ദി പറഞ്ഞിട്ട്. ചിലപ്പോ ധർമ്മം വരും. ശരി, പൊയ്ക്കോളൂ. താങ്ക് യു സർ. നിന്റെ പനി എങ്ങനെയുണ്ട്? വീട്ടിൽ നിന്ന് കത്തുണ്ട്. എന്താ വിശേഷം? പറയാം. അങ്ങോട്ട് ചെല്ലാൻ. എന്തിനാടാ? എന്നെ കാണാൻ ഒരുത്തൻ വരുന്നുണ്ടെന്ന്. പെണ്ണ് കാണാൻ. ഞാൻ പോണോടാ? പോയില്ലെങ്കിൽ അവരിങ്ങോട്ട് വരും. അതോടെ എല്ലാം തകരും. പോയിട്ട് എന്തെങ്കിലും പറഞ്ഞ് ഒഴിവാക്കണം. തിരിച്ചു പോണ്ടെന്ന് പറയൂ അമ്മ. പറഞ്ഞാലും ഞാൻ നിർബന്ധം പിടിച്ച അമ്മ തടയില്ല. ഒരുപാട് നാളൊന്നും അവിടെ നിന്നുകളയരുത്. ഞാനിവിടെ ബോറടിച്ച് മരിക്കും. നിന്നെ ഈ അവസ്ഥയിലാക്കിയിട്ട് പോകുന്ന കാര്യം ആലോചിക്കുമ്പോഴാ. ഇതിലും വലിയൊരു അവസ്ഥയിലേക്കല്ലേ നീ പോകുന്നത്. വാ, പോയിട്ട് വാ. ആരാത്? ഈ വെളിച്ചമില്ലായ്മയുടെ വെളിച്ചത്തിൽ നീ എന്തെടുക്കുവാടാ? ധർമ്മണ, എന്താ പെട്ടെന്ന്? എന്ത് പെട്ടെന്ന് വന്നുവിടുന്നുണ്ടോ? എവിടെടാ അവള്, നിന്റെ പെണ്ണ്? അവള് വീട് വരെ. അവിടെ എന്തൊക്കെയോ. അവിടെ ചിലർക്ക് സംശയമുണ്ട് നീ അവൾ ഒരേ സമയത്ത് പുറത്ത് ജോലിക്ക് പോയതിൽ.
നിങ്ങൾ ഒരുമിച്ചാണെന്ന് തന്നെ ചിലർ പറയുന്നുണ്ട്. ഈശ്വര, അച്ഛൻ്റെ ചെവിയിൽ അങ്ങനെ എത്തിയ പിന്നെ നീ അങ്ങനെ ഭയപ്പെടൊന്നും വേണ്ട. എന്തായാലും ഒരു ദിവസം എല്ലാവരും അറിയും. എങ്കിലും അറിയുമ്പോൾ ഒരു ഭൂകമ്പം, അതോടെ കലാശം. പിന്നെ നിങ്ങളായി, നിങ്ങളുടെ ലോകമായി. ഡോൺ വറി. എനിക്ക് നല്ല ക്ഷീണമുണ്ട്, കിടന്നേക്കാം. ധർമ്മണ്ണം കിടന്നോ? ഏതോ പൂർവ്വ പുണ്യങ്ങളുടെ സത്ഫലം പോലെയാണ് ലംബോദരൻ സാറിൻ്റെ സാന്നിധ്യം ഞങ്ങൾക്ക് അനുഭവപ്പെട്ടത്. ധർമ്മണ്ണൻ അതിലേറെ നന്മകളുടെ രൂപമായിരുന്നു. ജീവിതത്തിൻ്റെ എല്ലാ സന്തോഷവും എല്ലാ സൗഭാഗ്യവും പൂത്തുവിടർന്നതായിരുന്നു ആ ദിവസങ്ങൾ. ഞങ്ങൾ ഒന്നിനെക്കുറിച്ചും ആശങ്കപ്പെട്ടില്ല. ഞങ്ങളെ വ്യാകുലപ്പെടുത്തുന്നതായി ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. നാട്ടിൽ നിന്നും മടങ്ങിയെത്തുന്ന അനുവിനെ കാത്ത് ഞാൻ കവലയിൽ നിൽക്കുകയായിരുന്നു. എന്താടാ, കല്യാണം ഉറപ്പിച്ചോ? കല്യാണം ഉറപ്പിച്ചെങ്കിൽ പിന്നെ ഞാൻ നിന്റെ മരമോന്ത കാണാൻ ഇങ്ങോട്ട് വരുമായിരുന്നോ? അപ്പോ രക്ഷപ്പെട്ടു. നീ എന്തു പറഞ്ഞു? എനിക്കൊന്നും പറയേണ്ടി വന്നില്ല. ഒരു IT ചോക്ലേറ്റ് പയ്യൻ, വളരെ ആർട്ടിഫിഷ്യൽ സംസാരം. അമ്മയ്ക്ക് അവരുടെ കൾച്ചറൊന്നും ഇഷ്ടപ്പെട്ടില്ല. നിന്റെ വീട്ടിൽ നിന്നൊരു നീക്കമുണ്ടായ അമ്മയ്ക്ക് അതിന് എതിർപ്പുണ്ടാവില്ല. നീ പോയത് മുതൽ ഞാൻ ആലോചിക്കുന്ന കാര്യം അത്. പക്ഷെ അച്ഛനോട് എങ്ങനെ പറഞ്ഞു തുടങ്ങുമെന്ന് എനിക്കൊരു രൂപമില്ല. ഞാനൊരാണല്ലേ. 2 വർഷമെങ്കിലും കഴിയാതെ കല്യാണത്തെക്കുറിച്ച് പറഞ്ഞാൽ അച്ഛൻ ചിരിക്കും. അതിൽ കൂടുതൽ ഒന്നും സംഭവിക്കില്ല. അപ്പൊ ഇങ്ങനെ ഒളിച്ച് തന്നെ ജീവിക്കണം. ആ, എടാ, 6 ദിവസം നിന്ന് പിരിഞ്ഞിരുന്നിട്ട് ഞാൻ ഒരുമാതിരി ആയിപ്പോയി. അപ്പോൾ എൻ്റെ അവസ്ഥയോ? എനിക്ക് എന്തൊക്കെയോ തോന്നുന്നു. എന്തു തോന്നുന്നു? അരുതാത്തതൊക്കെ. നമുക്കിടയിൽ അരുതാത്തതൊന്നുമില്ലനു. എല്ലാം ആകാവുന്നതേ ഉള്ളൂ. നാളെ നമ്മളൊരു യാത്ര പോകുന്നു. എവിടേക്ക്? ലക്ഷ്യമില്ലാത്തൊരു യാത്ര. ഉച്ചവരെ മുന്നോട്ട്, പിന്നെ തിരികെ. നമ്മൾ ഓഫീസ് വണ്ടിയിലാണോ പോകുന്നത്? അല്ല, ലംബോദർ സാറ് വണ്ടി അയക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ആ, ആ യാത്ര അത് മറക്കാനാവാത്തതായിരുന്നു. ജീവിതത്തിൻ്റെ വഴി മാറ്റിയ യാത്ര. ജസ്റ്റ് ഫോർ ചേഞ്ച്, അതായിരുന്നു ഉദ്ദേശിച്ചത്. ദീർഘനാളായി തളം കെട്ടിക്കിടന്ന ഞാറുനീലിയുടെ തണുത്ത വന്യതയിൽ നിന്ന് മാറി ഒരു പുറംലോക സഞ്ചാരം. പിന്നെ ഭാവി ജീവിതത്തിൻ്റെ പ്ലാനിങ്, അതൊക്കെയായിരുന്നു പരിപാടി. യാത്രയിലുടനീളം ഞങ്ങൾ സംസാരിച്ചു. വരും നാളുകളെക്കുറിച്ച്, വരാനിരിക്കുന്ന ഭൂകമ്പത്തെക്കുറിച്ച്. അന്യനായ ഒരു ഡ്രൈവർ മുന്നിലുണ്ടെന്ന് പോലും ഞങ്ങൾ ചിന്തിച്ചില്ല. എല്ലാ ചർച്ചകളും ചെന്നവസാനിച്ചത് വിവാഹത്തെക്കുറിച്ചുള്ള തീരുമാനത്തിലാണ്. ഞങ്ങളുടെ പ്രശ്നങ്ങളുടെ ശരിയായ പരിഹാരം വിവാഹമാണെന്നുള്ള നിഗമനത്തിൽ. പക്ഷേ വിധി തീരുമാനിച്ചത്
ഡാ അനു 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 എവിടെ? നിന്റെ ഈ അവസ്ഥയൊന്നും നോക്കില്ലടാ. നീ സമാധാനായിട്ട് കിടക്ക്. ദേ, അച്ഛൻ. അച്ഛ, സാരമില്ല മോനെ, എല്ലാം ശരിയാവും. നീ സമാധാനമായിട്ട് കിടക്ക. നീ എന്താ നോക്കി നിൽക്കുന്നത്? നമുക്ക് പോണ്ടേ? അനു അനുവിനെയൊക്കെ കാണാം, നീ വാ. നമ്മളിപ്പോ എങ്ങോട്ടാ പോകുന്നേ? നിന്റെ വീട്ടിലേക്ക്. ആദ്യം അനുവിനെ കണ്ടിട്ട് പോകാൻ ധർമ്മണ്ണ. അവളുടെ വീട്ടുകാര് വല്ല പ്രശ്നം ഉണ്ടാക്കുമോ? അവളുടെ വീട്ടുകാർ ഇനി എന്ത് പ്രശ്നം ഉണ്ടാക്കാനാ? നമുക്ക് അങ്ങോട്ട് തന്നെ പോവാം. നമ്മളെന്താ ഇവിടെ? നമ്മളെന്താ ഇവിടെ ധർമ്മണ്ണ? എന്റെ അനു, ധർമ്മൻ, എന്റെ അനു. ധർമ്മൻ, അനു. എന്റെ അനു. എന്തിനു കരയുന്നു? ഞാൻ എങ്ങും പോയിട്ടില്ല. നിന്റെ ഒപ്പമുണ്ട്. നിന്റെ ഓർമ്മകൾക്ക് മരണമില്ലെങ്കിൽ എനിക്കെവിടെ മരണം? അങ്ങനെ തന്നെ ഞാനും വിശ്വസിക്കുന്നു. എൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥം നീയായിരുന്നു. അർത്ഥമില്ലാതെ വാക്കിന് നിലനിൽപ്പില്ല. അപ്പോൾ ഞാൻ ഇന്നും നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പൊരുളായി നീ ഒപ്പമുണ്ടെന്നാണ്. നീ കാമുകനല്ല, കവിയാവുകയാണ്. പ്രണയത്തിന്റെ വർണ്ണം ചാലിച്ചെഴുതുന്ന കവി. സാറേ, ആ സാറ് പറഞ്ഞ പോലെ കിളിക്കൂട് പുറത്ത് തൂക്കിയിട്ടുണ്ട്. തുളസിത്തായി. ആ ഞാൻ വരാം. സാറേ, ധർമ്മ സാറ് വന്നിട്ടുണ്ട്. ആര്? ധർമ്മനോ? ആ ധർമ്മാണ്ണം വലിയ എഡിറ്ററൊക്കെ ആയപ്പോ ഒരുപാടങ്ങ് മാറിപ്പോയി. മാസികയ്ക്ക് പ്രണയത്തിൻ്റെ ഒരു വിശേഷാൽ പതിപ്പിറക്കണമെന്ന് തീരുമാനിച്ചപ്പോൾ മനസ്സിൽ വന്നത് 2 പ്രണയങ്ങളാണ്. എൻ്റേതും നിൻ്റേതും. രണ്ടും ദുരന്തമായിരുന്നല്ലോടാ. ഒന്നിൽ നായകൻ മരിച്ചു, മറ്റതിൽ നായിക. ഡാ, നീ അത് എഴുതി തീർത്തോ? ഇതിനൊരു ടൈറ്റിലൂടെ കൊടുക്ക്. ടൈറ്റിൽ ധർമ്മൻ കേട്ടോ.
ടൈറ്റിൽ എഴുതിയോ ധർമ്മണ്ണ? പ്രണയം പ്രയാണം. കഥ അവസാനിച്ചിരിക്കുന്നു. ജീവിതവും ശുദ്ധ പ്രണയത്തിന്റെ മാർഗം പ്രതിബന്ധങ്ങളില്ലാതെ മുന്നേറുന്നില്ല. പക്ഷേ അനുപമയുടെ പ്രതിബന്ധം വിരാമങ്ങളില്ലാത്തതാണ്. അവൾക്ക് പിന്മടക്കമില്ല. ശരീരം വെടിഞ്ഞാലും പ്രണയം അവസാനിക്കുന്നില്ല എന്നത് ആശാന്റെ വചനമാണ്. അതെ, പ്രണയം ഒരു പ്രയാണമാണ്. വിരാമബിന്ദുക്കളില്ലാത്ത, വിശ്രമമില്ലാത്ത അവിരാമ പ്രയാണം. പ്രണയകാ